ഇന്ന് പൾസ് പോളിയോ ദിനാചരണമാണ്. 5 വയസ്സിന് താഴെയുള്ള 2 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇന്ന് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കും. അമൽ സുരേന്ദ്രൻ എറണാകുളം പൊന്നുരുന്നിയിലെ അങ്കണവാടിയിൽ നിന്ന് ചേരുന്നു. കുട്ടികളുടെ കരച്ചിലൊക്കെ അവിടെ ഉണ്ടോ? അമൽ, പറയൂ. SKN കരയുന്ന കുട്ടികളുമുണ്ട്, ചിരിക്കുന്ന കുട്ടികളുമുണ്ട്. ഏതായാലും പോളിയോ വാക്സിൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. രാവിലെ തന്നെ അംഗനവാടിയിലേക്ക് കുട്ടികൾ മാതാപിതാക്കൾക്കൊപ്പം എത്തി ഇപ്പോൾ പോളിയോ വാക്സിൻ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഏതായാലും എറണാകുളം ജില്ലയിൽ 1,89,307 കുട്ടികളാണ്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇന്ന് പോളിയോ സ്വീകരിക്കാനുള്ളത്. ഇതിൽ 1947 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ബൂത്തുകളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടി, മെട്രോ സ്റ്റേഷനുകൾ, എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിലും ഇത്തരത്തിലുള്ള പോളിയോ നൽകുവാൻ വേണ്ടിയിട്ടുള്ള ബൂത്തുകളുണ്ട്. അതോടൊപ്പം ഇന്നിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പോളിയോ നൽകാൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ടായാൽ പിന്നീട് ഈ ആരോഗ്യ പ്രവർത്തകരെല്ലാം വീടുകളിൽ എത്തി പോളിയോ നൽകാനും സന്നദ്ധരായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അംഗനവാടിയിലെയും മറ്റും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെയും മറ്റും ആരോഗ്യ പ്രവർത്തകർക്കടക്കം പരിശീലനം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പൊന്നുരുന്നിയിലെ കൗൺസിലറായിട്ടുള്ള ഡിബിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെല്ലാം സന്തോഷത്തിലാണോ അതോ ഭയങ്കര കരച്ചിലാണോ? നേരത്തെ പറഞ്ഞ പോലെ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ്. ആദ്യം കൊടുത്ത കുട്ടി കരയാണ് ഉണ്ടായത്, എന്നാൽ മറ്റു കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ഈ ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് മാതാപിതാക്കൾക്ക് വരാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലേ? കുറച്ച് സൗകര്യം കുറച്ച് കൂടുതലുണ്ട്. ഇപ്പൊ നമ്മൾ ഡിവിഷനിൽ 3 ക്യാമ്പുകളാണ് ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഡിവിഷന്റെ 3 ഭാഗങ്ങളിലായിട്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ എല്ലാ വീടുകളിലേക്കും നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പോളിയോ സംബന്ധിച്ച്. അപ്പോൾ രാവിലെ തന്നെ ഈ തിരക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രാവിലെ തന്നെ പരമാവധി ആളുകൾ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുൻപാണ് ഏതായാലും ഈ പോളിയോ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തുടങ്ങിയത്. അപ്പോൾ ഏതായാലും ഇവിടെ ആരോഗ്യ പ്രവർത്തകരെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവിടെ പോളിയോ നൽകുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കുറേയധികം ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.